2040 കഥ നടക്കുന്നത്. ചന്ദ്രനിലേക്ക് പോകുന്നതൊക്കെ വളരെ സാധാരണമായി നടക്കുന്നൊരു കാലമാണ്. പക്ഷേ പെട്രോളൊക്കെ കരിഞ്ചന്തയിൽ മാത്രമേ കിട്ടുകയുള്ളൂ. പെട്രോളിനു വേണ്ടി തെരുവുകളിൽ യുദ്ധം തന്നെ നടക്കുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് ഗഗനചാരി എന്ന സിനിമയെ പറ്റിയാണ്. മലയാളത്തിലെ വളരെ വ്യത്യസ്തമായിട്ടൊരു ജോണർ പരീക്ഷണമായിരുന്നു ഗഗനചാരി. സയൻസ് ഫിക്ഷനും ഏലിയനും അന്യഗ്രഹ ജീവികളും ഒക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്നത് ഹോളിവുഡ് ആണ്. ഹോളിവുഡ് ചിത്രങ്ങളിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ളത് കണ്ടിട്ടുള്ളത്. സയൻസ് ഫിക്ഷൻ ആണെങ്കിലും ഏലിയൻ ആണെങ്കിലും. കാരണം മലയാളത്തിന് ഇത്രയും വലിയ ബഡ്ജറ്റ് സിനിമകൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നല്ല ബഡ്ജറ്റ് ആകും. ഇത്രയുള്ള സിനിമകൾ മലയാളത്തിന് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല എന്നുള്ളതായിരുന്നു ഇത്രയും നാളുള്ള ചിന്തയെങ്കിൽ അരുൺ ചന്തു എന്ന സംവിധായകൻ അത് തിരുത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ മലയാളത്തിലും ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് അരുൺ ചന്തു തെളിയിച്ചിരിക്കുകയാണ്. ഗഗനചാരി എന്ന സിനിമ നമുക്കതിനൊരു ആദ്യ പരീക്ഷണം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചിത്രങ്ങൾ മലയാളത്തിൽ വിജയിക്കുമെന്ന് ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി ചിത്രങ്ങൾ മലയാളത്തിൽ വരട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഗഗനചാരിയെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരികയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2040 കഥ നടക്കുന്നത്. ചന്ദ്രനിലേക്ക് പോകുന്നതൊക്കെ വളരെ സാധാരണമായി നടക്കുന്നൊരു കാലമാണ്. പക്ഷേ പെട്രോളൊക്കെ കരിഞ്ചന്തയിൽ മാത്രമേ കിട്ടുകയുള്ളൂ. പെട്രോളിനു വേണ്ടി തെരുവുകളിൽ യുദ്ധം തന്നെ നടക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളാണ് തെരുവിലെമ്പാടും. അങ്ങനെ ഇടയ്ക്കിടെ വെള്ളം പൊങ്ങിയും താണും കേരളം ഒരു വെള്ളപ്പൊക്ക ബാധിത പ്രദേശമായി മാറിയപ്പോഴാണ് ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് ഒരു പേടകം സ്ഥിരമായി ആകാശത്ത് താവളമുറപ്പിക്കുന്നത്. ഈ അന്യഗ്രഹ ജീവികളുടെ ആക്രമണത്തിൽ നിന്ന് ആളുകൾ കൊല്ലപ്പെടുമ്പോൾ അന്യഗ്രഹ ജീവികളെ കണ്ടെത്താനും നശിപ്പിക്കാനുമായി അജയ്യ സേനയും ജനതാ പോലീസും കർമ്മോത്സുകരായി രാവും പകലും പ്രവർത്തിക്കുന്നതും കാണാം. ജനതാ പോലീസിന്റെ കയ്യിൽ എല്ലാ വീടുകളുടെയും സ്പെയർ കീ ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും ഏത് വീട്ടിലും കയറി വന്ന് പരിശോധിക്കും. പോയിന്റ്സ് വഴി കൈക്കൂലി കിട്ടിയെങ്കിലേ ആർക്കെങ്കിലും കുറച്ച് ഇളവുള്ളൂ. ചന്ദ്രനിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയും ചന്ദ്രനിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു കഥാപാത്രത്തെയാണ് ഗണേഷ് കുമാർ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ഭൂമിയെ ആക്രമിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന അന്യഗ്രഹ ജീവികളിൽ നിന്നും സംരക്ഷണം തേടി ഒരു ബങ്കറിനുള്ളിൽ അഭയം തേടിയിരിക്കുന്നയാളാണ് ഈ കഥാപാത്രം. ഈ കഥാപാത്രം ഒരു വലിയ ചിത്രകാരൻ കൂടിയാണ്. ഗണേഷ് കുമാറിന്റെ വിക്ടർ എന്ന കഥാപാത്രത്തിന് നേർവിപരീതമാണ് അജു വർഗീസിന്റെ വൈഭവും ഗോകുൽ സുരേഷിന്റെ അലനും വൈഭവും ചേർന്ന് നിരവധി കോമഡി സീനുകൾ ചിത്രത്തിലുണ്ട്. ഡിസ്റ്റോപ്പിയൻ മോക്യുമെന്ററി എന്ന വിഭാഗത്തിൽപ്പെടുത്താവുന്ന തരത്തിൽ സാങ്കല്പികമായ ഒരിടത്ത് പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രങ്ങളുടെ ഒരു ഡോക്യുമെന്ററി ഷൂട്ടിങ്ങിനിടയിലെ സംഭാഷണങ്ങളിലൂടെയാണ് സിനിമ വികസിക്കുന്നത്. വിക്ടർ ചന്ദ്രനിലേക്കുള്ള യാത്ര പ്രതീക്ഷിച്ചു കഴിയുകയാണ്. അദ്ദേഹത്തിന് സഹായികളായി കൂടെ താമസിക്കുന്ന വൈഭവിനും അലനും വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. സ്ത്രീ വിഷയത്തിൽ കമ്പക്കാരനായ വൈഭവിന്റെ കൂടെയാണ് അന്യഗ്രഹ ജീവിയായ കഥാപാത്രം അവിടേക്ക് എത്തുന്നത്. ഗോകുൽ സുരേഷ് ഒരു സിനിമാ ഭ്രാന്തനായും ലോലഹൃദയനായും തകർത്തഭിനയിക്കുന്നുണ്ട്. പല പഴയ സിനിമകളുടെയും പോസ്റ്റർ അലൻ സൂക്ഷിക്കുന്നുണ്ട്. പൂർവികരുടെ കാലത്ത് പുരുഷന്മാരുടെ ഉറക്കം കെടുത്തിയിരുന്നത് ലിസ എന്ന സ്ത്രീയാണെന്ന് ആ സിനിമയുടെ പോസ്റ്റർ കാണിച്ചു തന്ന് അലൻ ആവേശം കൊള്ളുന്നുണ്ട്. മിത്തുകൾ ഭരിക്കുന്ന ഒരു കാലത്ത് ജീവിക്കുന്ന ഏത് തലമുറയെയും ഇനി പ്രചോദിപ്പിക്കാനുള്ളത് യക്ഷിയോ ഗന്ധർവനോ അല്ല, ഒരു അന്യഗ്രഹ ജീവിയായിരിക്കുമെന്ന് അനാർക്കലി മരക്കാർ അവതരിപ്പിക്കുന്ന ഏലിയന്റെ വരവോടെ ഊഹിക്കാൻ സാധിക്കും. ഏലിയമ്മ എന്ന് അലൻ വിളിക്കുന്ന ഏലിയൻ നമ്മളെ തുടരെ ചിരിപ്പിക്കുന്നുണ്ട്. ഏലിയനെ ഭൂമിയിൽ നിന്നും പുറത്താക്കാനുള്ള മന്ത്രതന്ത്രാദികൾ മന്ത്രവാദ സിനിമകളെ അനുകരിച്ച് ഹാസ്യം ഉണർത്തുന്നുണ്ട്. പ്രേത സിനിമകളിൽ കരിമ്പൂച്ച ഒരു നിത്യസാന്നിധ്യമാണെങ്കിൽ നമ്മുടെ ഏലിയന്റെ ലോകത്തും പൂച്ച ചെറുതല്ലാത്ത ഒരു റോളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നിയമവും നീതിയും പ്രണയവും വിശ്വാസവും പുതിയ അളവുകോലുകൾക്കുള്ളിൽ ആകുമ്പോൾ ഏലിയന്റെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യരെല്ലാവരും തീരെ ചെറിയ ചെക്കന്മാർ തന്നെയാണ്. PKയിലെ ഏലിയന്റെ കയ്യിലുള്ളതുപോലെ ഒരു ട്രാൻസിസ്റ്റർ ഈ സിനിമയിലെ ഏലിയന്റെ കയ്യിൽ കണ്ടത് യാദൃശ്ചികമല്ലെന്ന് തോന്നുന്നു. മിത്തും രാഷ്ട്രീയവും സയൻസും പരിസ്ഥിതി പ്രശ്നങ്ങളും അർബൻ ലൈഫും പലതലത്തിൽ കടന്നുവരുന്ന ഒരു സിനിമ എന്ന രീതിയിൽ പല പൂർവ്വകാല സിനിമകളുടെയും കഥകളുടെ മിമിക്രിയോ ട്രോളോ ആയി പല സീനുകളെയും കൂട്ടിയിണക്കി അവതരിപ്പിച്ചിരിക്കുന്നതിനാൽ ഒരു സാധാരണ പ്രേക്ഷകന് ഇതെത്രത്തോളം ദഹിക്കുമെന്നതിൽ സംശയമുണ്ട്. എന്നിരുന്നാലും സാധാരണ മലയാള സിനിമ പാറ്റേണിൽ നിന്നും മാറി വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അങ്ങനെയുള്ള സിനിമകൾ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.
അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക.